ഹലോ കൂട്ടുകാരെ, ഇത് കണ്ടോ ശംഖുപുഷ്പം. ഇപ്പോൾ ഇവിടെ 3 സൈസുണ്ട്. ഇത് നല്ല കട്ട ശംഖുപുഷ്പം. ഇത് അടുത്ത വീട്ടുകാർ തന്നതാണ്, ഒരു കുഞ്ഞ് തയ്യ്. അപ്പോൾ ഞാൻ നട്ട് വളർത്തിയ നല്ല രസമല്ലേ കാണാൻ. ഡബിൾ പെറ്റൽ കട്ട ശംഖുപുഷ്പം കണ്ടോ, ചെറിയ തയ്യ. അത് തന്ന് നട്ട് പൂവുണ്ടായി. അതിൻ്റെ സന്തോഷത്തിന് ഒരു വീഡിയോ ഇട്ടേക്കാന്ന് വെച്ചു. കണ്ടോ, നല്ല രസമാണ്. എന്നും വളരെ ആഗ്രഹിച്ചിരിക്കുമായിരുന്നു. നല്ല മരുന്നല്ലേ, ശംഖുപുഷ്പ ചായ, നീലച്ചായ അനത്തി കുടിക്കാം, മരുന്നാക്കുക. കണ്ടോ എന്ത് രസമാണല്ലേ. അങ്ങനെ ശംഖുപുഷ്പം ഡബിൾ പെറ്റിൽ കിട്ടി, കട്ട ശംഖുപുഷ്പം. പിന്നെ വേറെ ഞങ്ങൾക്കുണ്ട്, വെള്ളയുണ്ട്, സിംഗിൾ പെറ്റലുണ്ട്, ശംഖുപുഷ്പം നീലേ. അതൊക്കെ ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട്, ഈ വീഡിയോയിലുണ്ട്, കാണിക്കാവേ. കണ്ടോ, ഇത് വിരിഞ്ഞു കഴിഞ്ഞാണ്, വിരിയാൻ തുടങ്ങിയതാണ്. അതിൽ ആദ്യം കണ്ടാണ്. മഴയായതുകൊണ്ട് ഇറങ്ങി നോക്കിയില്ല. ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്, നല്ല ശബ്ദം കേട്ടില്ലേ. കണ്ടോ, ചെറുതാ. നല്ല വെയിൽ വേണം കൂട്ടുകാരാണെങ്കിലേ നല്ല കളർ കിട്ടും. നല്ല വെയിലത്ത് നിന്ന് നല്ല കളർ, ഇല്ലെങ്കിൽ മങ്ങിയ കളർ. ഇത് ഒരെണ്ണം വീട്ടിലുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ഒത്തിരി നാൾ നിന്നോളൂ. അതിൻ്റെ കായൊക്കെ മൂത്ത് പൊട്ടി വീഴും, പിന്നെ തൈകളുണ്ടാവും, അങ്ങനെ ധാരാളം ഉണ്ടാവും. പിന്നെ നമ്മൾ പറിച്ച് കളയേണ്ടി വരും. ഇവിടെ വെള്ളയുടെയൊക്കെ ഇങ്ങനെ ഇഷ്ടം പോലെ തൈകളുണ്ടായി, കാട് പോലെ. അപ്പോൾ പറിച്ച് കളയേണ്ടി. ഇത് കണ്ടോ, സിംഗിൾ പെറ്റൽ കണ്ടോ, നല്ല രസമല്ലേ കാണാൻ. ഇതിന് കളർ ഇച്ചിരി കൂടുതലാണ്. ഇത് വെള്ള നല്ല ഭംഗിയല്ലേ. അങ്ങനെ 3 സൈസുണ്ട് ഇവിടെ. പിന്നെ ചില വീഡിയോയിൽ യൂട്യൂബിലൊക്കെ കാണാം റെഡ് കളർ. അതിവിടെ ഇല്ല കേട്ടോ, അങ്ങനത്തെ കളർ കിട്ടിയിട്ടില്ല. കേട്ടോ, നല്ല ഭംഗിയല്ലേ. ഇതാണ് കട്ട ശംഖുപുഷ്പം. ഇത് അടുത്ത വീട്ടിലെയാണ്. അവിടെ പോയി ഞാൻ ഒരു ഫോട്ടോ എടുത്തേ. അടുത്ത വീട്ടിലെ വീഡിയോ അവർ തന്നാണ് എനിക്ക് ചെറിയ തൈ. കണ്ടോ, അങ്ങനെ ഞാൻ ശംഖുപുഷ്പം നട്ട് പൂവുണ്ടായി. ഇതാണ് എൻ്റേത്. നല്ല കളറല്ലേ. ഇപ്പം ശംഖുപുഷ്പത്തിൻ്റെ ചായ അനത്തി കുടിക്കാം. ചിലർ പറയും ഈ ഡബിൾ പെറ്റൽ മരുന്നല്ലെന്ന്. എനിക്ക് തോന്നുന്നു ഇത് മരുന്നാന്ന്. മറ്റേൻ്റെ സിംഗിൾ പെറ്റലിലെ ചായ അനത്തി ഞങ്ങൾ കുടിച്ചിട്ടുണ്ട്. കണ്ടോ, കളറ് ചിലപ്പം കുറഞ്ഞും ചിലപ്പം കൂടിയും വരും. അത് വെയിലിൻ്റെ അനുസരിച്ചാണ്. കമ്പിയിലോട്ട് കയറ്റി വിട്ടേക്കുവാണ്. ചെറുതായിട്ട് പിടിച്ചു വരുന്നുള്ള അപ്പോഴേ പൂവുണ്ടായി. താങ്ക് യു കൂട്ടുകാരെ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കായുണ്ടായി, എന്നിട്ട് അതിൽ നിന്ന് തൈ കിട്ടും. അത് ഞാൻ അഗ്രഭാഗം കൂമ്പ് ഞുള്ളി കളഞ്ഞ്, അപ്പം പെട്ടെന്ന് വളർന്നു വന്നു.